എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തലയിൽ നിന്നും പൊഴിഞ്ഞു പോയ ഓരോ മുടിയും നമുക്ക് തിരിച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അതും നല്ല നീളത്തിലും അതേപോലെ നല്ല കട്ടിയോടുകൂടിയും വളർത്തിയെടുക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരു അടിപൊളി ലിക്വിഡ് ഹെയർ പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കെല്ലാം വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ. മുടി വളർത്താൻ ആഗ്രഹമുള്ള ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ വെച്ച് വളർത്തേണ്ട ഒന്നാണ് കറ്റാർ വാഴ. ഇന്ന് മാർക്കറ്റിലേക്ക് അലോവേറ ജെല്ല് മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ മുടി സംരക്ഷണത്തിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയില്ല. നാച്ചുറലായിട്ടുള്ള അലോവേറയാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ അലോവേറ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു യെല്ലോ കളറിലെ ഒരു കെമിക്കൽ വരും. അത് പോകുന്നതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് കുത്തിച്ചാരി വെക്കുക. ആ കെമിക്കൽ പോയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ കെമിക്കൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ പറ്റിക്കഴിയുമ്പം ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പോയതിന് ശേഷം കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡിലെ മുള്ളുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് പേരയില. പേരയുടെ തളിരില നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തലയിലെ താരനൊക്കെ പോകുന്നതിന് പേരയില വളരെ നല്ലതാണ്. പേരയില എടുക്കുന്ന സമയത്ത് ഒരുപാട് പേരയിലയൊന്നും വേണ്ട. തളിരില നോക്കി 1-2 എണ്ണം മതി. ഞാൻ കുറച്ചധികം എടുത്തന്നേ ഉള്ളൂ. അപ്പം അത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളം മാത്രം മതിയാകും. ഇത് നമുക്ക് അരിക്കാതെയും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അരിക്കാതെ ഉപയോഗിക്കുന്ന സമയത്ത് പേരയുടെ തരിതരി പോലെയുള്ളതും അതേപോലെ അലോവേറയുടെ എല്ലാം കൂടെ നമ്മുടെ മുടിയിൽ പറ്റിയിരിക്കും. നമ്മൾ കഴുകിയാലൊന്നും നല്ലതുപോലെ പോകത്തില്ല. മുടി ഉണങ്ങിയതിന് ശേഷമേ കുറച്ചെങ്കിലും പോവുകയുള്ളൂ. ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ മുടിയിൽ നിന്ന് മൊത്തമായിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒരെണ്ണം അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അലോവേറയുടെയും പേരയുടെയും ജെല്ലും അതിലേക്ക് ഈ ക്യാപ്സ്യൂളിൻ്റെ ജെല്ലും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലിക്വിഡും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ലിക്വിഡും കൂടി മിക്സായി വരാൻ സമയം എടുക്കും. നല്ലതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വാരി വലിച്ച് പുരട്ടണ്ട. നമ്മൾ എന്നും സാധാരണ എങ്ങനെയാണോ പുരട്ടുന്നത് അതേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടിയിലെ ചിളക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ നഖം വെച്ചിട്ടല്ല, വിരൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തലയോട്ടിലേക്കൊക്കെ നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇതൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഓയിൽ തേച്ചതിന് ശേഷമുള്ള മസാജിങ് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുടി വളരാൻ വളരെയധികം സഹായിക്കും ഈ ഒരു മസാജിങ്ങിലൂടെ. മുടി വളരാനുള്ള ഹെയർ പാക്കുകളെല്ലാം നമ്മൾ തലയോട്ടിയിലേക്കാണ് നല്ലതുപോലെ തേച്ച് കൊടുക്കേണ്ടത്. മുടിയിലേക്ക് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഞാനിവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് നല്ലതുപോലെ തലയോട്ടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് കാണിക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ആരെങ്കിലും കൊണ്ട് നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മുടിയുടെ ഓരോ ഭാഗം വകഞ്ഞ് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിലേക്ക് നല്ലതുപോലെ പിടിക്കും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. ഇതൊരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തേച്ച് കൊടുത്താലും നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇതെല്ലാം ചെല്ലും. എങ്കിലും നല്ലതുപോലെ വകഞ്ഞ് തലയോട്ടിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പം അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ തലയിൽ ഇത് വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് പോയി കുളിക്കാം. നമ്മൾ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. 1 മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും. നമ്മുടെ മുടിക്ക് നന്നായിട്ട് നീളം വെക്കുകയും മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അതേപോലെ കുളിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ മുടിയെല്ലാം കോതിയിടുക. നമ്മൾ ചീപ്പ് കൊണ്ട് ഒരിക്കലും കോതി കൊടുക്കരുത്. ചീപ്പ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് മുടിയെല്ലാം ചീപ്പിലേക്ക് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കോതിയിട്ട് മുടി ഒന്ന് ഉണക്കി കൊടുക്കുക. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കും. നമുക്ക് ആ ഒരു മാറ്റം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.